ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. പഴുത്ത മാങ്ങയൊക്കെ നമുക്കിപ്പോൾ സുലഭമായി കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഡിഷ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഡിഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ മൂത്ത് പഴുത്ത മാങ്ങയാണ്. കണ്ടില്ലേ, കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല പഴുത്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത്ര നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല. നല്ല പഴുത്ത മാങ്ങയാണ്. ആ മാങ്ങയുടെ തോലൊക്കെ നമ്മൾ ചെത്തി കളയാണ് ചെയ്യണത് കേട്ടോ. മാങ്ങയുടെ തോല് ചെത്തി കളയുക, എന്നിട്ട് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുകയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ നല്ല വെള്ളം വരുന്നുണ്ടായിരിക്കും അല്ലേ. ഒരു സ്പെഷ്യൽ നല്ല രസമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മാങ്ങയുടെ ഒക്കെ ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ തന്നെ സാധാ മുളക് പൊടി. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളും മാങ്ങയൊക്കെ നല്ലപോലെ വേവിക്കുക. മാങ്ങ, ശർക്കര, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്, കുറച്ച് ജീരകം വേണം, അതുപോലെ തന്നെ കടുക് കുറച്ചധികം വേണം. ഇത് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക. നല്ല രീതിയിൽ അരയണം. എന്നിട്ട് നമ്മുടെ മാങ്ങ ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശർക്കരയുടെ കളറാണ് ആ കാണുന്നത്, നല്ല ഡാർക്ക് കളറ്, കറുത്ത ശർക്കരയാണ്. അപ്പോൾ അതാണ് കളർ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നല്ലപോലെ വെട്ടി തിളയ്ക്കാൻ രീതിയിൽ നമ്മൾ ഒന്ന് സിമ്മിൽ ഇട്ട് വെക്കുക. അപ്പോൾ അത് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതിലേക്ക് ഇട്ടു. പിന്നീട് നമുക്കതിലേക്ക് താളിച്ചിടാനായിട്ട് കുറച്ച് ഉലുവ വേണം, കടുക് വേണം, വറ്റൽമുളക് വേണം. അപ്പോൾ അത് നല്ല ചൂടായിട്ടിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക്, ഉലുവ, വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ വറുത്തെടുക്കുക. പിന്നീട് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള കറിയിലേക്ക് ആ വറവൊക്കെ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള പഴമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.